ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് കുറച്ച് ദിവസമായിട്ടു ഞാൻ വീഡിയോ ഒക്കെ ഇടാതിരിക്കൽ തുടങ്ങിയിട്ട്. വേറെ ഒന്നുമല്ല, കുറച്ച് ദിവസം ഒരു മനസ്സ് ശരിയല്ലാത്ത പോലെ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിൽ എന്താ നടക്കണതില്ലേ, നമ്മുടെ നാട്ടിൽ നടക്കണ ന്യൂസ്. ഇപ്പം ഞാൻ അധികം ന്യൂസ് കാണുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മൾ യൂട്യൂബ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ ന്യൂസുകളാണല്ലോ അധികം വന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് അത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടം. പഴയ നമ്മളെ നാട് ഇപ്പോഴത്തെ നമ്മളെ നാടിനും വന്ന ഓരോരോ വ്യത്യാസങ്ങൾ. സത്യത്തിൽ ഞാൻ എൻ്റെ ഗാർഡൻ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇന്ന് ഞാൻ വന്നത്. സത്യത്തിൽ ഞാൻ ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ മനസ്സിൽ തോന്നുന്ന ഓരോരോ സങ്കടങ്ങൾ. നമ്മളൊക്കെ പഠിക്കുന്ന ഒരു കാലവും ഇപ്പോഴത്തെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എത്ര വ്യത്യാസമാണ്. ഞാൻ ഇത് പറയാൻ കാരണം എന്താ വെച്ചെങ്കിൽ, ഇന്നിപ്പോൾ ഞാൻ രാവിലെ യൂട്യൂബൊക്കെ ഓൺ ചെയ്ത് നോക്കി നോക്കുമ്പോൾ അതിലൊരു വീഡിയോ കണ്ടു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കുറച്ച് ദിവസമായിരുന്നു സംഭവം നടന്നിട്ടുണ്ട്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ കൂട്ടുകാരൊക്കെ പാടെ ചേർന്നിട്ട് അടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കണ്ടില്ലേ, ന്യൂസ് കണ്ടു. ഷഹബാസോ എന്താ ഒരു കുട്ടി. സത്യത്തിൽ ഞെട്ടിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഇത്രയും ക്രൂരമായിട്ട് കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നണ മനസ്സ് വരണത് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ സത്യത്തിൽ ഞാൻ ഒരു രക്ഷിതാക്കളെയാണ് ഞാൻ കുറ്റം പറയുള്ളൂ. കാരണം നമ്മളൊക്കെ കളിക്കുന്ന കാലത്ത് നമുക്കൊക്കെ പേടിയും ബഹുമാനം അങ്ങനത്തെയൊക്കെ കാര്യങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അതൊന്നും ഇല്ല കേട്ടോ. സത്യത്തിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ പറയേണ്ടതെന്ന് തന്നെ എനിക്കറിയില്ല. അവരുടെ എന്താണ് അവർ മെൻറ്റാലിറ്റി എങ്ങനെയാണെന്നുള്ളത് കൂടി നമുക്ക് പറയാനറിയാത്തൊരവസ്ഥ. എനിക്ക് പറഞ്ഞു തീരുന്നില്ല. എൻ്റെ വാക്കുകൾ എനിക്ക് സംസാരിക്കുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു വിറയലും അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ തോന്നണം കേട്ടോ. കാരണം കുട്ടികൾ ഇങ്ങനെയൊക്കെ ഇത്രയും മാറിപ്പോകുമ്പോൾ നമുക്കേ പേടിയാണ്. നമ്മളുടെ കുട്ടികളും മക്കളും നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തുന്നതല്ലേ. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. കുട്ടികളെയൊക്കെ നമ്മളെ വീട്ടിലുണ്ട് 10ൽ പഠിക്കുന്ന കുട്ടികളും കാര്യങ്ങളും, 10ൽ +1 അങ്ങനത്തെ കുട്ടികളൊക്കെ. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഈ കുട്ടികളൊക്കെ എന്താണ് ചിന്തിക്കണത്, എന്താണ് പറയണതെന്ന് നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റാത്തൊരവസ്ഥ. അപ്പം നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ അച്ഛനമ്മമാർക്ക് അറിയാൻ പറ്റും നമ്മളെന്താ ചിന്തിക്കണം, എന്താണ് നമ്മൾ ചെയ്യാൻ പോണത് എല്ലാവർക്കും മനസ്സിലാക്കും കേട്ടോ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ ആ ഒരു മനസ്സ് നമുക്ക് മനസ്സിലാക്കണം പറ്റില്ല. അവരെന്താ ചിന്തിക്കണം നമുക്ക് ചിന്തിക്കാം. നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു പേടിയാണ് കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ കുട്ടികളുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഞങ്ങളിവിടെ വീടിൻ്റെ അടുത്ത തൊട്ട വീട്ടിൽ ഒരു എന്താ പറയുക, വയസ്സാണവരെ ഉപദ്രവിക്കുക. അവരെ ഉപദ്രവിക്കാൻ നോക്കുക. അവർ രാത്രി വന്ന് കതക് തട്ടി കതക് തുറന്ന് അവരെ ഉപദ്രവിക്കുക. ഇങ്ങനത്തെയൊക്കെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. വയസ്സാണവരെ ഒരു 70 വയസ്സ് അങ്ങ് മേലുള്ള ആൾക്കാരൊക്കെ. അപ്പം ഞാൻ എന്താ പറയുന്നത്, ഇവരൊക്കെ എന്താ ചിന്തിക്കണമെന്ന് ഞാൻ അറിയണില്ല. ഈ വയസ്സാன ആൾക്കാരൊക്കെ അവരുടെ അടുത്തൊക്കെ പോയി അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതാണ് ആൾക്കാർ, അതായത് ശരിക്കും കലിയുഗം സ്റ്റാർട്ടാവുകയാണെന്നാണ് തോന്നുന്നത് എനിക്ക് കണ്ടിട്ട്. ഇപ്പോഴാണ് കലിയുഗം എന്ന് പറയണത് സ്റ്റാർട്ടാവുകയെന്ന് തോന്നുന്നു. കാരണം മനുഷ്യന്മാരുടെ ആ ഒരു സ്നേഹം ഇതെല്ലാം ഇല്ലാതെ പോയി. ഒക്കെ ഒരു വെറി പിടിച്ചമാതിരി നടക്കണ ഒരു കാലം. കുഞ്ഞു കുട്ടികളായാലും ശരി, എല്ലാവരെയും എന്താ പറയുന്നത്, നമ്മൾ കുട്ടികളെ മാത്രമല്ല കേട്ടോ, എല്ലാവരെയും എന്താ പറയണത്. അപ്പോൾ എനിക്കിതിലൊരു എന്തെങ്കിലും സംസാരിക്കണം എന്ന് തോന്നി, പ്രതികരിക്കണം. കാരണം ഇപ്പം ഇന്ന് ഞാൻ രാവിലെ കണ്ടു ഒരു ടീച്ചർ, ആ സ്കൂളിലെ ഒരു ടീച്ചർ വന്നിട്ട് അവർക്ക് സഹിക്കണില്ല. കാരണം അവർ ആ വീഡിയോ ആ ന്യൂസ് TV-യിൽ കണ്ടിട്ട് അവർക്ക് സഹിക്കാഞ്ഞിട്ട് അവർ വന്ന് പ്രതികരിക്കുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോഴാണ് നമുക്കും എന്തെങ്കിലും ഒന്ന് പറയണം. കാരണം എന്താ നടക്കണം നമ്മൾ കേരളത്തിൽ വെച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. അതായത് ന്യൂസ് ചാനൽ ഓപ്പൺ ചെയ്യാനേ പറ്റില്ല. കാരണം വെട്ടും കൊലയും അത് ഇതന്നെ ഉള്ളൂ ചാനലിൽ. അപ്പോൾ ദിവസവും ഓരോരോ ന്യൂസാണ്. അത് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനേ അറിയുന്നില്ല, എന്താ പറയേണ്ടതെന്ന് അറിയുന്നില്ല കേട്ടോ. അത്രയ്ക്കൊരു മനസ്സിനൊരു കഷ്ടമായിട്ടുണ്ടായിരുന്നു ഓരോരോ ന്യൂസ് കാണുമ്പോഴും. അപ്പോൾ സത്യത്തിൽ ഞാൻ എൻ്റെ ഗാർഡനും ഇതിൻ്റെ കൂട്ടത്തോടെ അങ്ങനെ കാണിക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഗാർഡൻ കാണിക്കുമ്പോഴല്ലേ ഇപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റിയൊന്നും സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ നമുക്ക് വാക്കുകൾ അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് കഷ്ടമുള്ള ന്യൂസാണ് ഓരോരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികൾ സ്കൂൾ വിട്ട് വരണവരേക്കും നമുക്ക് ടെൻഷനാണ്. വന്നാലും നമുക്ക് ടെൻഷനാണ്. ഇവർ ഫോൺ നോക്കുമ്പോൾ, ഇപ്പോൾ പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഫോണില്ലാതെ ഒന്നും നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഫോണിൽ എന്താ നോക്കണം, ഇവർ എന്താ ചെയ്യണം എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടേ ഇരിക്കേണ്ട ഒരവസ്ഥ. കാരണം ഇപ്പോൾ 2 പേര് വീട്ടിൽ നിന്ന് ജോലിക്ക് പോണവരൊക്കെ ആണെങ്കിൽ എങ്ങനെ ഈ കുട്ടികളെയൊക്കെ കൺട്രോൾ ചെയ്ത് നോക്കും ചെയ്യുക, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആകെപ്പാടെ ഒരു ടെൻഷൻ പിടിച്ച ഒരു ലൈഫിലൂടെയാണ് ഇപ്പോൾ നമ്മളൊക്കെ കടന്നു പോകണമെന്ന് സത്യത്തിൽ ഞാൻ പറയൂ കേട്ടോ.
എന്താ പറയേണ്ട അറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എൻ്റെ ഈ ചെറിയൊരു ഗാർഡനും ഇങ്ങനെ നിങ്ങൾക്ക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലെനിക്ക് ഈ ഗാർഡൻ കാണിക്കണമെന്നില്ലൊന്നും ഒരു ഇൻട്രസ്റ്റ് കാണുന്നില്ല ഇപ്പം എനിക്ക്. കാരണം ഈ ന്യൂസാണ് എൻ്റെ മനസ്സിൽ ഫുള്ളുമായിട്ട് കിടക്കുന്നത്. അതേമാതിരി എന്താ ഒരു പയ്യൻ ഒരു 10-23 വയസ്സുള്ള ഒരു കുട്ടി അച്ഛനെ വീട്ടിലെ എല്ലാവരും വെട്ടിക്കൊന്ന ആ ഒരു കേസ് എന്താ നടക്കണ നാട്ടിൽ. അപ്പോൾ എല്ലാവരും ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവരും എന്താണെന്ന് വെച്ചാൽ അവരവരുടെ മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്ത് വളർത്തുക. അതായത് എല്ലാവരെയും ബഹുമാനിക്കണം, ആരെയും ഉപദ്രവിക്കരുത്. എല്ലാ കാര്യങ്ങളും വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് നമ്മളെ മക്കളെ വളർത്തണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അത് കാരണം വേറെ ഇപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ പറയാനൊന്നുമില്ല. ഇത് തന്നെ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും അവരൊന്നും മറച്ചു വെക്കാതെ അവരോട് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുക. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ ലഹരിയുടെ കാര്യങ്ങൾ എല്ലാം ഞാൻ അതുകൂടെ പറയുകയാണ്, ഒരു ചെറിയ വീഡിയോ ആയിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മളെ മക്കളെ നമ്മളെ വീട്ടിലെ മക്കളെ നമ്മൾ നന്നായിട്ട് നോക്കുക. അവരെന്താ ചെയ്യണം എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കുക. ഇതല്ലേ ഇപ്പം നമുക്ക് രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഗാർഡൻ കാണിക്കുന്ന ഒരു വീഡിയോ മാതിരി ഇട്ടത് കേട്ടോ. അപ്പോൾ ഒന്ന് എല്ലാവരും എൻ്റെ ഈ വീഡിയോ ഞാൻ സംസാരിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ എനിക്കൊരു ലൈക്ക്, എന്നോട് വീഡിയോയ്ക്ക് ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ ബൈ, താങ്ക് യു.